എടാ കാണാൻ കൊള്ളാത്തവനെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ മോന്ത പോത്തിനെ പോലെയല്ലെന്ന്. അന്നൊക്കെ എന്നെ വിളിക്കുന്നത് ഗൂഗിൾ നാഗെന്നായിരുന്നു. കാരണം ഗൂഗിളിൽ പോലും തിരഞ്ഞാൽ കിട്ടാത്തത്ര അറിവ് എനിക്കുണ്ട് എന്ന്. ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അറിയാവോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്. അത് ഇവിടെ അല്ല ആ ഹോസ്പിറ്റല്, അങ്ങ് യൂട്യൂബിലാണ്. മനസ്സിലാക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തെയാണ് അറിയത്. ഇപ്പം ആള് ഞാൻ ലൈവ് പോവാൻ നേരം ആ ലൈവ് വന്ന് പലരും എൻ്റെ അരികിൽ വന്ന് പല കാര്യങ്ങൾ ചോദിക്കും. ചിലർ പറയും എന്തെങ്കിലും പറഞ്ഞായിരിക്കും വരുന്നത്, നിനക്ക് എന്ത് കഴിവുണ്ടെന്ന്. അപ്പോഴേ ഞാൻ നിങ്ങൾ കുറച്ച് മുമ്പേ പറഞ്ഞ ആ വ്യക്തിഹത്യ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് പറയാം, എടാ കാണാൻ കൊള്ളാത്തവനെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം. ഒന്നുകിൽ ഇത്തിരി ബുദ്ധി വേണം, അല്ലെങ്കിൽ ഇത്തിരി വിവരം വേണം. കാണാൻ കൊള്ളത്തില്ല, അതൊരു വ്യക്തിഹത്യയില്ലേ? ബോഡി ഷേമിങ് ആണ് ഇങ്ങനെ ഞാൻ ചെയ്യും. ബോഡി ഷേമിങ് അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെ ഇവർ തിരിച്ച് എന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ആകമാനം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളിതൊന്നും മനസ്സിലാക്കുന്നില്ല കുട്ടികളെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ മോന്ത പോത്തിനെ പോലെയല്ലെന്ന്. മനസ്സിലായോ? തവള പോലെയല്ലെന്ന് എനിക്കറിയാം. ആ പറയുന്നവൻ്റെ മനസ്സിലാണ് ആ രൂപങ്ങൾ വരുന്നത്. ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അറിയാവോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്. അത് ഇവിടെ അല്ല ആ ഹോസ്പിറ്റല്, അങ്ങ് യൂട്യൂബിലാണ്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പാസ്സാക്കുന്ന എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെയൊക്കെ കമൻറ്റ് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് അവർക്കൊരു കുഞ്ഞു മറുപടിയും കൊടുത്തിട്ട് അവരുടെ കമൻറ്റുകൾ എടുത്തു വെച്ചിട്ട് അവിടേക്ക് പോസ്റ്റ് ചെയ്യും. മനഃശാസ്ത്രപരമായിട്ട് ഇവറ്റകൾ അത് തപ്പിപ്പിടിച്ച് അവിടെ ഇട്ട് വരും. അത് പ്ലേ ചെയ്തും ആ വീഡിയോ കിടന്ന് ഓടും, എനിക്ക് പേയ്മെൻറ്റ് വരും. അവറ്റകൾ അവിടെ കിടന്ന് പ്രാണം കളഞ്ഞ് കമൻ്റ് ഇട്ട് എഴുതിക്കൊണ്ടുള്ള പ്രാന്ത് മുഴുവൻ അവിടെ എഴുതിയിട്ടുകൊണ്ടിരിക്കും. വെരി സൈക്കോളജി. അതോടൊപ്പം തന്നെ അന്ന് വേറെ ഹിറ്റായ ഒരു ഡയലോഗുണ്ട്, കുണുവാവ എന്നുള്ളത്. അത് സുൽത്താനും ഞാനും കൂടെ ഇവിടെ നിന്ന്, അത് റീൽസ് ഒന്നും ചെയ്തതൊന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള പരിപാടിയില്ല, റീൽസ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ നിമിഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പാട്ട് വരും. അത് ഞാൻ അന്നേരം എൻ്റെ ഉള്ളിൽ നിന്നൊരു പാട്ട് വന്നതാണ്. അദ്ദേഹം തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാണ് കാണുന്നത്. തിരിച്ച് അദ്ദേഹം എന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ, അരിമക്കൂടാമൊരു കുഞ്ഞു വാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ, എൻ്റെ പൊന്നു വാവ, എൻ്റെ താമര കന്നാ കുഞ്ഞു വാവ, തൊപ്പി വെച്ചൊരു അത് അദ്ദേഹത്തെ താലോലിക്കുന്ന പാട്ടായിട്ട്. സുൽത്താൻ ഒരു കുറേ റീലുകളിൽ കണ്ടു. അദ്ദേഹം ആരാണ്? അദ്ദേഹം എൻ്റെ സന്തത സഹചാരി, എൻ്റെ കാമുകൻ, എൻ്റെ ആത്മപ്രിയൻ എന്നൊക്കെ പറയാം. കൂട്ടുകാർ പോലും എന്നെ തിരിഞ്ഞു നോക്കാതായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഏകാന്തമായ ജീവിതവുമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വരവ്. സുൽത്താൻ. അപ്പം എനിക്ക് അനുഭവപ്പെട്ടുന്ന ഓരോ കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ട് ഇദ്ദേഹം ബുദ്ധിമാനായി. ഇദ്ദേഹം അതെല്ലാം മനസ്സിലാക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തെയാണ് അറിയത്. സ്വന്തം ജീവിതത്തെ അറിയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പോസിറ്റീവ് അനുഭവപ്പെട്ടു. അന്നൊക്കെ എന്നെ വിളിക്കുന്നത് ഗൂഗിൾ നാഗെന്നായിരുന്നു. കാരണം ഗൂഗിളിൽ പോലും തിരഞ്ഞാൽ കിട്ടാത്തത്ര അറിവ് എനിക്കുണ്ട് എന്ന്. അതായത് മറ്റൊരു പെണ്ണിലും കാണാത്ത അറിവും ജ്ഞാനവും എല്ലാം ബുദ്ധിയെല്ലാം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അദ്ദേഹം അന്ന് നല്ലൊരു സ്വതന്ത്രനായ ഒരു വ്യക്തി. സ്വാഭാവികമായിട്ട് ഇവരുടെയൊക്കെ ഇടയിലാണെങ്കിൽ ഇദ്ദേഹം ഞാൻ ഇവിടെ മതത്തെ കൊണ്ടുവരുമല്ല, ഒരു മുസ്ലിമായിട്ട് കൂടി അദ്ദേഹം ഈ മദ്രസയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ്
കാരണം അത്തരം പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കിയെടുത്തെങ്കിൽ അദ്ദേഹം വളരെ ബുദ്ധിമാനാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വന്ന് പിന്നെ നമ്മൾ ഇവിടെ കഴിയുകയായിരുന്നു. ഇവിടെ തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഹിറ്റായ ഒരു പാട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത മറ്റൊരു പാട്ടുണ്ട്. കൊതികെ കൊതികെ കുത്തല്ലേ എൻ്റെ കുഞ്ഞുവാവെന്നെ കുത്തല്ലേ, ഉരുമ്പേ ഉരുമ്പേ കച്ചല്ലേ എൻ്റെ കുഞ്ഞുവാവെന്നെ കച്ചല്ലേ, പൂച്ചേ പൂച്ചേ മാന്തല്ലേ എൻ്റെ കുഞ്ഞുവാവെന്നെ മാന്തല്ലേ, പൂച്ചേ പൂച്ചേ മാന്തല്ലേ എൻ്റെ കുഞ്ഞുവാവെന്നെ മാന്തല്ലേ, പറ്റിക്കുറ്റ പറ്റിക്കുറ്റ ബൗ 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 പറയല്ലേ, പറ്റിക്കുറ്റ പറ്റിക്കുറ്റ ബൗ 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 പറയല്ലേ എൻ്റെ കുഞ്ഞുവാവെന്നെ കച്ചല്ലേ. അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ മോനെ, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതങ്ങ് കളയുക. ആരും എൻ്റെ അടിയിൽ വന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത സിനിമ തുടങ്ങുമ്പോൾ അതും എടുത്ത് പാട്ടാക്കുമെന്ന്.